ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇന്ന് എല്ലാവരുടെയും കൂടി, എല്ലാവരും മീൻസ് ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ പപ്പായും ഉണ്ട്. ഞങ്ങളെല്ലാം കൂടി ഇന്ന് ഫിലിം കാണാൻ പോവുകയാണ്. മമ്മൂട്ടിയുടെ ലേറ്റസ്റ്റ് ഫിലിമായ ടർബോയാണ് കാണാൻ പോകുന്നത്. നൂറിനാട് സ്വാതി തിയേറ്ററിലാണ്. സെക്കൻഡ് ഷോ ആണ് കേട്ടോ. 9:30 ഷോ തുടങ്ങുന്നത്. ഇത്തവണ എന്തായാലും കറക്റ്റ് ടൈമിങ്ങിന് എത്തി സിനിമയ്ക്ക്. അങ്ങനെ അപ്പോൾ പപ്പ ഫിലിമെന്ന് പറഞ്ഞു തുടങ്ങിയ പപ്പ ഓടിപ്പോയി അങ്ങ് റെഡിയായി കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, പപ്പ എത്ര നാളിന് ശേഷമാണ് ഇങ്ങനെ ഫിലിമൊക്കെ കാണുന്നത്, തിയേറ്ററിൽ പോയി? അപ്പോൾ പപ്പ പറഞ്ഞു, ഞാനൊരു 10 വർഷത്തിൽ കൂടുതലായി ഫിലിമൊക്കെ തിയേറ്ററിൽ പോയിരുന്ന് കണ്ടിട്ടെന്ന്. അപ്പം പപ്പയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു സിനിമ കാണാനൊക്കെ. രാത്രി 9:30 കഴിഞ്ഞെങ്കിലും ഒരു ഉറക്കമായിട്ട് ഒരു ക്ഷീണമായിട്ട് ഒന്നും വന്നില്ല. പപ്പയാണെങ്കിലും ഒറ്റ സ്ട്രെച്ചിൽ നിന്ന് ആ ഫിലിം ഫുള്ള് കണ്ടു. ജയ്ക്കുട്ടി ആണെങ്കിലും ഇത്തവണ ആദ്യമായിട്ടാണ് ഒരു ഫിലിം തുടക്കം തൊട്ട് കാണുന്നത്. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഫൈറ്റ് സീനാണെങ്കിലും ഇതിൻ്റെ ഇടിയും ബഹളങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അവനും പേടിയൊക്കെ തോന്നുമെന്ന് വിചാരിച്ചു. അവന് ഭയങ്കര സന്തോഷമായി. എല്ലാവരും കൂവലും കൈകൊട്ടലും ഒക്കെ ആകുമ്പോഴും അവനും ഭയങ്കര കൈകൊട്ടലും ക്ലാപ്പിയിലും ഒക്കെ ആയിരുന്നു. അവനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫിലിം. അവനും ഒരു കൊച്ചു കുഞ്ഞായിട്ട് പോലും അവനത് കണ്ടിരിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മമ്മൂട്ടിയുടെ അഭിനയമൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഫൈറ്റ് സീനും ഇടിയും ഇതിൻ്റെ ആക്ഷൻ, ഈ ഒരു ആക്ഷൻ ഫിലിംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഈ ഫിലിം നന്നായിട്ട് ഇഷ്ടമാവും. അതുപോലെ തന്നെ ഇതിൻ്റെ മമ്മൂട്ടിയുടെ അമ്മയായിട്ട് അഭിനയിക്കുന്നത് ബിന്ദു പണിക്കറാണ്. അമ്മയും മോനും തമ്മിലുള്ള റിലേഷൻഷിപ്പും അതുപോലത്തെ അഭിനയവും ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും അമ്മയും മോനായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ മറ്റ് കഥാപാത്രങ്ങളെല്ലാം നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വില്ലനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല അടിപൊളി ഫൈറ്റ്സ് ഒക്കെ ആയിരുന്നു. വില്ലനാണെങ്കിലും ഒരു അടിപൊളി വില്ലനാണ് കേട്ടോ. പിന്നെ എന്നാ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ, ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ടി വിയിലൊക്കെ ഇത് വന്ന് എപ്പോഴെങ്കിലും വരുമല്ലോ. അപ്പം നമുക്കിത് ടി വി കാണുന്നതിനേക്കാൾ നമുക്ക് ഈ തിയേറ്ററിൽ കാണുമ്പോൾ ഇതിൻ്റെ ശബ്ദവും ഇതിൻ്റെ സൗണ്ടും ഒക്കെ കണ്ട് നമുക്ക് നന്നായിട്ട് ഈ ഫിലിം ഒരുപാട് ഇഷ്ടപ്പെടും. ടി വിയിൽ കാണുന്നതിനേക്കാൾ ഇഷ്ടപ്പെടും. അതുകൊണ്ട് എല്ലാവരും ഈ ഫിലിം വന്നെങ്കിൽ പോയി തിയേറ്ററിൽ പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടം, അത്ര ബോറായിട്ടൊന്നും തോന്നത്തില്ല. അതുപോലെ തന്നെ മമ്മൂട്ടി എന്ന മഹാനടനെ വീണ്ടും വീണ്ടും ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ മുന്നിൽ ഇങ്ങനെ നടനായിട്ട് ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഈ പ്രായത്തിലും പുള്ളി ഇത്രയും ഫൈറ്റ് സീനാണെങ്കിലും ആക്ഷൻസ് ഒക്കെ അഭിനയിക്കുക എന്ന് വെച്ചാൽ തന്നെ ഒരു വണ്ടറാണ്. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു, ബൈ ബൈ. ടർബോ ജോസ് എന്നാണ് മമ്മൂട്ടി ഇതിനകത്ത് അറിയപ്പെടുന്നത്, നമ്മുടെ ജോസേട്ടൻ. സൂപ്പർ കാണിക്കും.